لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين أما بعد. നുത്ഫത്തുമായി ബന്ധപ്പെട്ട വിഷയമാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അതിൽ പ്രധാനമായും 10 സന്ദേശങ്ങളുണ്ട് എന്ന് പറഞ്ഞു. ആ 10 സന്ദേശങ്ങളിൽ നമ്മൾ എത്ര പറഞ്ഞത്? 7 പറഞ്ഞല്ലേ? 7ാമത് എന്തായിരുന്നു? ബാനസത്തിന്റെ പുനരുദ്ധാരണം. ഇനി 8ാമത്തെ കാര്യം തിരികൊള്ളു. മനുഷ്യ സൃഷ്ടിപ്പിന് മറന്നു കളയുക. അതായത് മനുഷ്യൻ അവന്റെ സൃഷ്ടിപരമായ ചില പ്രത്യേകതകൾ മനുഷ്യർക്കുണ്ട്. ആ സൃഷ്ടിപരമായ പ്രത്യേകതകളെ മറക്കാൻ വേണ്ടി ചില ആളുകൾ ശ്രമിക്കും. ഇപ്പൊ നമ്മളെ കഴിഞ്ഞ ക്ലാസ്സിൽ നന്ദികളുടെ പറ്റി പറഞ്ഞു അല്ലെ? മുമ്പത്തെ ഒരു സന്ദേശം അതായിരുന്നു. അവിടെ അള്ളാഹു പറഞ്ഞത് അല്ലെ, ഏതൊരു വസ്തുവിൽ നിന്നാണ് അവൻ സൃഷ്ടിക്കപ്പെട്ടത്. ഒരു ചോദ്യം. മനുഷ്യൻ അവൻ നാശമടയട്ടെ, കൊല്ലപ്പെടട്ടെ. അവൻ എത്ര വലിയ നന്ദി കെട്ടവനാക്കി തീർത്ത കാര്യമുണ്ട്, എന്നിട്ട് അത് ചോദിക്കുന്നത് മിൻ അയ്യി ഷൈഇൻ ഖലഖ, അല്ലെ, എന്ത് വസ്തുവിൽ നിന്നാണ് നാം അവനെ സൃഷ്ടിച്ചത്. ഇതിനത് പറഞ്ഞു നുത്ഫത്തിൻ ഖലഖഹു, സൃഷ്ടിച്ചത് നുത്ഫത്തിലല്ല, അല്ലെ. പിന്നെ പറഞ്ഞ കാര്യം ചെയ്യുന്നു, അതാണ് ഇപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്. സുമ്മ സബീല യസ്റ സുമ്മ അമാതഹു ഫഅഖ. പിന്നെ അവരുടെ മാർഗം എളുപ്പമാക്കി കൊടുത്തു. പിന്നെ നാം അവരെ മരിപ്പിച്ചു, അവരെ കബറിൽ അടക്കി. അക്ബർ വീണ്ടും നാം അവനെ എഴുന്നേൽപ്പിക്കുകയും ചെയ്യും. ഇവിടെ ഒരു കാര്യം വളരെ നമ്മൾ പഠിക്കേണ്ട കാര്യം, അതായത് സൂറത്ത് യാസീൻ. സൂറത്ത് യാസീൻ അല്ലാഹു നുത്ഫത്തിനെ കുറിച്ച് പറയുന്നു. സൂറത്ത് യാസീനിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, എല്ലാ സൂറത്തുകൾക്കുള്ള പ്രത്യേകതയാണ് സൂറത്ത് യാസീനുള്ളത്. അതാണ് സൂറത്ത് യാസീന്റെ കാര്യത്തിൽ ഇല്ലാത്ത കുറേ ഫളായിലുകൾ ആളുകൾ അടിച്ചിട്ടാറുണ്ട്. പലതും. എന്നാൽ ആളുകൾ അങ്ങനെ ഒരു മനസ്സിലാക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ആ സൂറത്തിൽ ഏറെയും മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ചും മരണത്തെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ അതിൽ പറയുന്നു എന്നത് വളരെ ശ്രദ്ധേയമായ കാര്യം. ആ സൂറത്തിലെ 36-ാം അധ്യായത്തിലെ അവസാന ഭാഗത്ത് അല്ലാഹു ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് മനുഷ്യൻ അവന്റെ സൃഷ്ടിപ്പിനെ മറന്നു കളയുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് അവർ പറയുന്നുണ്ട്. അവിടെ നുത്ഫത്തിൽ നിന്ന് സൃഷ്ടിച്ച് തർക്കം നടത്തുന്നവനായി മാറിയ മനുഷ്യനെ സംബന്ധിച്ച് അല്ലാഹു അവിടെ ഓർമ്മപ്പെടുത്തുന്നത് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. സൂറത്ത് യാസീൻ 36-ാം അധ്യായമായ സൂറത്ത് യാസീൻ, ആ യാസീനിലെ ഉള്ള ചില ആയത്തുകളാണെങ്കിൽ നമുക്ക് പരിശോധിക്കാം. നിങ്ങൾ സൂറത്ത് യാസീനിലെ അവസാനത്തെ ആയത്ത് 76 മുതൽ 83 വരെയുള്ള ആയത്തില്ല. സൂറത്ത് യാസീനിലെ അവസാനത്തെ ആയത്ത്.
ആയത്തെ മോദിയോട് 76 മുതൽ യാസീൻ അവസാനം വരെ 76 വരെ ഒരു അർത്ഥമറിഞ്ഞ് ആശയമറിഞ്ഞ് ശരിക്ക് ഓതേണ്ട ആയത്തുകളാണ്. ഈ ആയത്തുകൾ ശരിക്കും എന്താ നമ്മുടെ നാട്ടിലൊരു അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഒരാൾ മരിച്ചതിന് ശേഷം മാത്രമേ ഈ യാസീൻ ഓടുക. ജീവിച്ചിരിക്കുന്ന കാലത്ത് ഈ യാസീൻ ഓടുകയോ അത് പഠിക്കുകയോ ചെയ്തിരുന്നെങ്കിൽ ശരിക്ക് മരണാനന്തരം എന്താണോ ആഗ്രഹിക്കുന്നത്. അപ്പം ഒരു മരിച്ചോർക്ക് യാസീൻ ഓടുന്നത് ഇന്ന് ജനങ്ങൾ എന്തിനു വേണ്ടിയാണ്? അല്ലെങ്കിൽ മരിച്ചതിന് ശേഷം യാസീൻ ഓടിയിട്ട് ദ്വാരപ്പിക്കുന്നത് ഇന്ന് ആൾക്കാർ എന്തിനു വേണ്ടിയിട്ടാണ്? ആ കാര്യം അവർക്ക് നേടിയെടുക്കാമായിരുന്നു. അപ്പോൾ മരിക്കുന്നതിന് മുമ്പ് ഈ യാസീൻ ഒന്ന് ഓടി പഠിച്ചിരുന്നില്ല. മനസ്സിലായി? അല്ലാതെ അത് പഠിക്കാതെ മനസ്സിലാക്കാതെ മരിച്ചതിന് ശേഷം വേറെ ആരെങ്കിലും ഓടിയാലും ഈ മരിച്ച മദ്യത്തിന് അവരെ കൂടി കിട്ടൂല. ഇപ്പൊ നമ്മളിത് അടുത്ത് നോക്കാൻ പോണ സുഹൃത്ത് നെജിമിലെ ആയത്തില് അതിന്റെ തഫ്സീർ ആയി ഷാഫിയുടെ വാക്കായിട്ട് വരെ എടുത്തുകൊടുത്ത വചനങ്ങളുണ്ട്. വളരെ ശ്രദ്ധേയമാണത്. മരിച്ചോടത്തൊരാൾ ഓതിയാൽ മദ്യത്തിന് കൂലി കിട്ടൂല, ഓതിയാലും കിട്ടൂല. ഞാൻ പറയാം, മരിച്ചോടത്തൊരാൾ ഓതി അല്ലെങ്കിൽ ഓതിക്കാൻ ഹത്യ ചെയ്യും. ഇപ്പൊ ഖുർആൻ ഓതിൽ എന്ത് ചെയ്യാൻ ആൾക്കാർ ഹത്യ ചെയ്യും. ഇന്നത്തെ സ്ഥലം മുതൽ ഇന്ന സ്ഥലങ്ങളിലേക്ക് വരെ ഇന്ന ജാറങ്ങൾ ഇന്ന ജാറങ്ങളിലേക്ക് വരെ എന്നുകൊണ്ട് ഓരോ ഹദറത്തിലേക്ക് ഹത്യ ചെയ്യും. ഇങ്ങനെ ഖുർആൻ ഓതി ഹത്യ ചെയ്താൽ കൂലി കിട്ടുമോ? അദ്ദേഹം പറയുന്നത് എന്താണെന്നറിയാം, കൂലി കിട്ടൂല. കാരണം എന്താ വെച്ചാൽ ഓതിയാർക്കും കിട്ടൂല, മയ്യത്തിന് കിട്ടൂല. മയ്യത്തിന് കിട്ടാതിരിക്കാൻ കാരണം സുഹൃത്തിന്റെ ജിമ്മിലെ വാലേശ്വര ഇൻസാൻ ജാമാസായങ്ങളായിട്ടാണ്. കാരണം അത് അയാളുടെ പ്രവർത്തനമല്ല. മരണത്തോടുകൂടി അയാളുടെ കർമ്മങ്ങൾ അവസാനിച്ചു. മരണത്തോടുകൂടി ഒരാളുടെ പ്രവർത്തനങ്ങളുടെ അവസാനിച്ചു. പിന്നെ അയാൾക്ക് അമലില്ല. അയാൾ അമലിന്റെ ലോകത്ത് പോയി. അമലിന്റെ ലോകത്ത് നിന്ന് സവാബിന്റെ ലോകത്തേക്ക് പോയി, പ്രതിഫലത്തിന്റെ ലോകത്തേക്ക് പോയി. ദാറുൽ അമൽ മരിക്കുന്നത് വരെ ദാറുൽ അമലാണ്. അമൽ ചെയ്യുന്ന സ്ഥലമാണത്. ഇത് കഴിഞ്ഞാൽ തീർന്നു. പിന്നെ അവിടേക്ക് മരിച്ചാൽ കിട്ടുമെന്ന് പറഞ്ഞ കാര്യങ്ങൾ പോലും മരിക്കുന്നത് വരെ അവൻ ചെയ്തതാണ്. അല്ലെ? ഉദാഹരണത്തിന് വലതു സ്വാലിഹും അല്ലെ? അത് അയാളുടെ പ്രവർത്തനം തന്നെയാണ്. സ്വാലിഹായ മക്കളെ അയാൾ വളർത്തി ഉണ്ടാക്കിയ ആ മക്കൾ അയാളുടെ പ്രയത്നമാണ്. അല്ലെ? കാര്യായ സ്വതക്ക അയാൾ ജീവിച്ചിരിക്കുമ്പോൾ കൊടുത്ത സ്വതക്കയാണ് അയാൾക്ക് മരിച്ചാൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്.
മരിക്കുന്നത് വരെ ചെയ്തു തന്നെ പൂർണ്ണമായിട്ടില്ല. അപ്പൊ പറഞ്ഞുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു മനുഷ്യൻ ഇടയ്ക്ക് സൃഷ്ടിപ്പിനെ കുറിച്ച് മറന്നു പോവാണ്. അപ്പൊ ഒരു സൂറത്ത് യാസീൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് പഠിച്ച് മനസ്സിലാക്കി ജീവിക്കാൻ ഒരാൾക്ക് തൗഫീഖ് കിട്ടിയാൽ അയാൾ അള്ളാഹുവിന്റെ രക്ഷ. പിന്നെ ആരും അയാൾക്ക് വേണ്ടി ഒരു യാസീനും ഓതേണ്ട കാര്യമില്ല. കാരണം അയാളുടെ ജീവിതം അങ്ങനെയായിരുന്നു. നിങ്ങൾ നോക്കിയ സൂറത്ത് യാസീനിന്റെ അവസാനത്തെ ആയത്തിൽ എന്താ പറയുന്നത്? അവരുടെ വാക്ക് നിന്നെ ദുഃഖിപ്പിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞാല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു അവിടെ, അല്ലെ? ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങൾ ഉണ്ടായിരുന്നു, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, ഒരുപാട് പ്രതിസന്ധികൾ അള്ളാഹു റസൂൽ നേരിടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും റസൂലിനെ സങ്കടപ്പെടുത്തിയില്ല. കാരണം ദുനിയാവിലുള്ളതാണ്. നമ്മളൊക്കെ എന്താ സംഭവിക്കുക? നമുക്കൊക്കെ ഒരാൾ നമ്മളെ പറ്റി എന്തെങ്കിലും പറയുമ്പോൾ നമ്മളാകെ സംഭവിക്കും. ഒരാൾ നമ്മളെ എന്തെങ്കിലും കളിയാക്കുമ്പോഴേക്കും നമ്മളാകെ തകർന്നു, ഒരാൾ നമ്മളെ പരിഹസിക്കുമ്പോഴേക്കും നമ്മളാകെ തകർന്നു, അല്ലേ? പിന്നെ നമ്മളെന്താക്കാൻ നമ്മുടെ നാട്ടിലേക്കാണെന്നുണ്ടെങ്കിൽ ഓരോ ഒരു കള്ളക്കാരിയാണ് ഹാബിയാണ് എന്നൊക്കെ പറഞ്ഞ് രണ്ടാൾ കളിയാക്കി പിന്നെ എന്താക്കും? വളരെ മടിയായി, പിന്നെ എന്തായി? ഒരു വഷളത്തരായി, വളരെ എന്താണെന്നിട്ട് മാറി നിൽക്കും. പിന്നെ ആൾക്കാർ കൊടുത്തു പോലെ എന്നിട്ട് മാറി നിൽക്കും. ഇതല്ല നബിയോട് പറയാണ്, നബിയെ താങ്കൾ അവർ പല വാക്കുകളും പറഞ്ഞ് താങ്കളെ പ്രയാസപ്പെടുത്തും, പക്ഷെ താങ്കൾ സങ്കടപ്പെടരുത്. എന്താ കാരണം? തീർച്ചയായും അവർ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും നാം അറിയും. നമ്മളെ പരസ്യമാക്കി കളിയാക്കിയാലും രഹസ്യം കളിയാക്കിയാലും നമുക്കതിൽ എങ്ങനെ ഗൂഢതന്ത്രങ്ങൾ നനച്ചാലും എങ്ങനെ നമ്മൾ അവരെ പിന്നെ ഉള്ളിൽ വെച്ച് നമ്മൾ എങ്ങനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചാലും എല്ലാം ആരറിയും. അള്ളാഹു അറിയുമെന്നത് നമുക്ക് ഏറെ പ്രതീക്ഷ കിട്ടുന്ന കാര്യമാണ്. നമ്മളെ സങ്കടപ്പെടുത്തേണ്ട കാര്യമില്ല, വിഷമിപ്പിക്കേണ്ട കാര്യമില്ല. ബാക്കി അവയ്ക്ക് അവനും നിറൽ ഇൻസാൻ മനുഷ്യൻ കണ്ടില്ലേ? നാം അവനെ ശ്രദ്ധിച്ചിരിക്കുന്നത് ആ വിഷയം. എന്നിട്ട് അവനിതാ പ്രത്യക്ഷമായ എതിർപ്പുകാരനായിരിക്കുന്നു. മനുഷ്യനാണ് എന്ത് ചെയ്യുന്നത്? അള്ളാനെ എതിർക്കുന്നത്, അല്ലെ? നബിനെ എതിർക്കുന്നത്, അള്ളാന്റെ റസൂലും കൊണ്ടുവന്ന ഈ ആശയത്തെ എതിർത്തുകൊണ്ട് വലിയ എതിർപ്പുകാരനാരാണ്? ഈ മനുഷ്യനാണ്, അല്ലെ? അവനെ പഠിച്ചതാരാണ്? അള്ളേ. എന്നിട്ട് അവനിതാ വലിയ എതിർപ്പുകാരനായിരിക്കുന്നു. അവൻ നമുക്ക് ഉപമ എടുത്ത് കാണിക്കുകയും ചെയ്തിരിക്കുന്നു. തന്റെ സൃഷ്ടിപ്പ്, തന്നെ സൃഷ്ടിച്ചത് അവൻ മറന്നു കളയുകയും ചെയ്തിരിക്കുന്നു. സ്വന്തം സൃഷ്ടിപ്പ് മറക്കണം. എന്നിട്ട് അള്ളാഹ് പല ഉദാഹരണങ്ങളും ഉണ്ടാക്കുകയാണ്. അള്ളാഹിനെ സംബന്ധിച്ച് പല ഇല്ലാക്കഥകളും പറഞ്ഞുണ്ടാക്കുകയാണ്. അള്ളാഹിനെ സംബന്ധിച്ച് പല കഥകളും കെട്ടിച്ചമച്ചുണ്ടാക്കുകയാണ്. പഠിച്ചവന് പല ഉദാഹരണങ്ങളും പറയാണ്, പല ഉപമകളും എടുത്തു കാണിക്കുകയാണ്. സ്വന്തം സൃഷ്ടിപ്പിനെ മറന്നുകൊണ്ടാണ് അവൻ ചെയ്യുന്നത്. എന്നിട്ടാണ് ചോദിക്കുന്ന ചോദ്യത്താണ് ആരാ? മൻ, ആരാണ്? എല്ലുകളൊക്കെ ഭ്രമിച്ചുപോയി, ആരാണ് അവർക്ക് ജീവൻ നൽകുന്നത്? എല്ലുകളൊക്കെ ദ്രവിച്ചില്ല, എല്ലുകളടക്കം ദ്രവിച്ചു പോയി, കവറുകൾ മണ്ണായി, മണ്ണോട് ചേർന്നില്ലേ? പിന്നെ ആരാണ് അവർക്ക് എഴുന്നേൽപ്പിച്ച് കൊണ്ടുവരിക എന്നാണ് അവൻ ചോദിക്കുന്നത്, അല്ലെ? അവൻ സ്വന്തം സൃഷ്ടിക്ക് മാത്രമല്ല ചോദിക്കാൻ പറ്റും. സ്വന്തം സൃഷ്ടിപ്പിനെ മറന്നിട്ടല്ലാതെ ചോദിക്കാൻ പറ്റുമോ? കാരണം എന്താ? സ്വന്തം സൃഷ്ടിപ്പ് ഒന്നുമില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നാണ് അവനെ സൃഷ്ടിച്ചത്, അല്ലെ? ഇപ്പൊ 60ാമത്തെ വയസ്സിൽ ഞാൻ മരിച്ചു, 61 കൊല്ലം മുമ്പ്, 62 കൊല്ലം മുമ്പ് ആ മനുഷ്യനേ ഇല്ല, അല്ലെ? അതെന്തായിരുന്നു അതിന്റെ അവസ്ഥ? അപ്പൊ പിന്നെ ഇവിടെ ജീവിച്ച് മരിച്ച് എത്തിക്കഴിഞ്ഞ് എല്ലാവരും ഒരുപ്പി മണ്ണായിട്ടേ ഉള്ളൂ. ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ജീവിച്ച് എന്തൊക്കെ ഒരുക്കി പോയാൽ ശ്രദ്ധിക്കാൻ ആർക്കാണ് പ്രയാസം? അള്ളാഹു വല്ല പ്രയാസമുണ്ടോ? ഒരു പ്രയാസമില്ല. എന്താ പറയാ? ആ ചോദിക്കുന്നവർ പറയുന്നത് എന്താണ്? ആദ്യത്തെ തവണ ആരാണോ അവനെ സൃഷ്ടിച്ചുണ്ടാക്കിയത് അവൻ തന്നെയായിരിക്കും രണ്ടാമത് ജീവിപ്പിക്കുക. ഇപ്പൊ പറഞ്ഞേ, ആദ്യം ആരാണോ സൃഷ്ടിച്ചുണ്ടാക്കിയത് അവൻ തന്നെ രണ്ടാമത് സൃഷ്ടിക്കുക. അവൻ എല്ലാ സൃഷ്ടിപ്പിനെ പറ്റി അറിയുന്നവരാണ്. ഋതുഫത്ത് ഉണ്ടാക്കാൻ ആരാണുണ്ട്? ഋതുഫത്ത് സൃഷ്ടിക്കാൻ ആരാണുണ്ട്? മണ്ണ ഗ്രഹിച്ചു പോയി മണ്ണോട് മണ്ണായതിനു ശേഷം അതിനുണ്ടാക്കാൻ ആർക്കറിയും?
അല്ലതി അവൻ ആരാണ് ജാഗ്രത പച്ചമരത്തിൽ നിന്ന് തീ ഉണ്ടാക്കിയവനാണ്. പച്ചമരത്തിൽ നിന്ന് തീ ഉണ്ടാക്കിയ റബ്ബാണ്. ആ റബ്ബിന് പ്രയാസമാണ്. അതിലാ അടുത്തും നോക്കിയതോ അങ്ങനെ നിങ്ങളത് ആദ്യം നിന്ന് കത്തിച്ചു കൊടുക്കും. അപ്പൊ പഠിച്ചോന് ഒരു പ്രയാസമില്ല അല്ലെ. പരസ്പര വൈരുദ്ധ്യങ്ങളായ രണ്ട് സാധനങ്ങൾ കൂടി ചേരുമ്പോ അതിൽ ഒന്നല്ലാത്തൊരു സാധനം ഉണ്ടല്ല അല്ലെ. ബാക്കി അവരെ സംഘത്തിൽ കലക്ക സമാവാറ്റി ആകാശത്തെ ഭൂമിയും സൃഷ്ടിച്ചവൻ അവരെ പോലെയുള്ളവരെ സൃഷ്ടിക്കാൻ കഴിവുള്ളവനല്ലേ. അത് നമ്മളെക്കാൾ വലിയ സൃഷ്ടി ആരാണ്? ആകാശവും ഭൂമിയുമാണ്. അവനെ എല്ലാം സൃഷ്ടിക്കുകയും സർവവും സൃഷ്ടിച്ചവൻ എല്ലാം അവനാണ്. ചെയ്യാൻ താൻ ഒരു കാര്യം ഉദ്ദേശിച്ചാൽ അയ്യപ്പൂരോ അതിനോട് പറയേണ്ടതുള്ളൂ. ഒരു ഉണ്ടാവുക അല്ലെ. അത്ര അല്ലാത്ത പണിയുള്ളൂ. മുഴുവൻ കാര്യങ്ങളുടെയും ആധിപത്യം ആരുടെ കയ്യിലാണോ? നിങ്ങൾ ആരിലേക്കാണോ മടക്കപ്പെടുന്നത് അവരെത്ര പരിശുദ്ധനാണ്. എന്റെ കൈകൾ അല്ലെ. സുഹൃത്ത് യാസീൻ അവസാനിക്കുന്നത് നോക്കി. നിങ്ങൾ ആരിലേക്കാണോ മടക്കപ്പെടുന്നത് അവൻ കണ്ട. മുഴുവൻ കാര്യങ്ങളുടെയും ആധിപത്യം ആരുടെ കയ്യിലാണോ അവരെത്ര പരിശുദ്ധനാണ്. സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞിട്ടാണ് ആ സൂറത്ത് അവസാനിക്കുന്നത്. അപ്പോൾ ഈ സൂറത്ത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇതിന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് ഓതാൻ കഴിഞ്ഞാൽ വല്ലാത്തൊരു മാറ്റം നമ്മളുണ്ടാകും. ശരി, അപ്പോൾ ഒന്നുകൂടി ആ ആയത്തിന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് ഒന്നുകൂടി ഇനി നമുക്ക് രണ്ട് കാര്യങ്ങൾ കൂടി ഇതിൽ പറയാനുണ്ട്. നമുക്ക് അടുത്ത ക്ലാസ് ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. അല്ലാഹു ദീർഘായുസ്സും പ്രദാനം ചെയ്യട്ടെ. പക്ഷേ ചില കുടുംബത്തിൽ പറയുന്നത് ഹജ്ജ് ബദൽ ഇങ്ങനെ ചെയ്യാൻ. ഹജ്ജ് ബദൽ എന്ന് പറയുന്നില്ല, വേറെ ഒരാൾക്ക് വേണ്ടിയിട്ട് ഒരു ഹജ്ജ് അല്ലെങ്കിൽ ഒരു കർമ്മം ആ ചെയ്യുന്നത് അവിടെയാണ് ഇപ്പൊ ആ വ്യക്തിയുടെ ബാധ്യതയായിരുന്നു അത്. ആ വ്യക്തിക്ക് ബാക്കിയായി പോയിട്ടുള്ള നിർബന്ധ ബാധ്യത, ആ നിർബന്ധ ബാധ്യത അയാളുടെ മക്കൾ അല്ലെങ്കിൽ അയാളുടെ അനന്തരാവകാശികൾ ആരാണോ അവർ ചെയ്യുക വഴി ഈ മനുഷ്യന്റെ അവർ പൂർത്തീകരിക്കാൻ വേണ്ടി അള്ളാഹു ഒരു അവസരം കൊടുക്കുക. അതായത് മരിച്ചതിന് ശേഷം നമ്മൾ അത് ബാക്കി ആ മരിച്ചുപോയ ആൾക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ ബാക്കിയുള്ള ആളുകൾ അതുപോലെ ഹജ്ജ് അയാൾക്ക് ഹജ്ജിനെ ബാധ്യതയുണ്ട്. അയാൾക്ക് സമ്പത്തിന്റെ ആരോഗ്യ ബാധ്യത കാര്യങ്ങളൊക്കെ അയാൾക്കുണ്ട്. പക്ഷെ അയാൾക്ക് ചെയ്യാൻ കഴിയില്ല, അയാൾ മരിച്ചുപോയി. അപ്പൊ അങ്ങനെ മരിച്ചുപോയ ആൾക്ക് അയാളുടെ സമ്പത്ത് കാര്യങ്ങൾ പഠിക്കാതെ അള്ളാഹുവിന്റെ കലാം അല്പസമയം നമ്മൾ കേട്ടു, നമ്മൾ ഓതി, നമ്മൾ അതിന്റെ അർത്ഥം മനസ്സിലാക്കി അള്ളാഹു നമ്മളെ കബൂൽ ചെയ്യുവാണ്. അതിനെ മുഴുവൻ പ്രതിഫലം